Good morning, Archana ma'am. Good morning. Audible ആണോ? Yes, audible ആണ്. Clear അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. Clear ആണ്. Start ചെയ്തു. Hello. Good morning. Good morning. Good morning. Morning. നമ്മള് Good morning. ഓക്കെ. അപ്പൊ ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ്, ഗുഡ് ഡേയോ ആവട്ടെ ഇന്ന്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഇന്ന് മോർണിംഗ് സർക്കിളിന്റെ 61st ഡേയിലാണ് ഉള്ളത്. മൈസെൽഫ് അർച്ചന. ഞാനൊരു ലോയർ, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് നമ്മുടെ ടോപ്പിക് കണ്ടു കാണും അല്ലെ? ബിൽഡിംഗ് ഇമോഷണൽ ഇന്റിമസി ഇൻ മാരേജ്, സ്മോൾ എഫേർട്സ് ആൻഡ് ബിഗ് ഇമ്പാക്ട് എന്നുള്ളതാണ്. അപ്പൊ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഹലോ, ഓഡിയോ ക്ലിയർ അല്ലേ? Yes, clear ആണ്. അപ്പൊ കേൾക്കുമ്പോൾ അതൊരു വലിയ എന്തോ ഒരു സംഭവമായിട്ട് തോന്നും അല്ലെ? ആക്ച്വലി ഇറ്റ് ഇസ് എ ജെന്റിൽ തിങ് ബട്ട് പവർഫുൾ എന്നുള്ളതാണ്. ഇമോഷണൽ ഇന്റിമസി, റിലേഷൻഷിപ്പിലെ ഇമോഷണൽ ഇന്റിമസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഇമോഷണൽ ഇന്റിമസി ഇൻ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, കപ്പിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പില് ആക്ട്സ് ഓഫ് സർവീസ്, നമ്മൾ പാർട്ട്ണറിന് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റിസീവിങ് ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ ഗിവിങ് ക്വാളിറ്റി ടൈം, അല്ലെങ്കിൽ വേർഡ്സ് ഓഫ് അഫർമേഷൻ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വളരെ കാര്യമായി പരസ്പരം ചർച്ച ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ച്, ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹാപ്പി ആയി കൊണ്ടുപോകാൻ ഇതിൽ ഏത് കാര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് എന്ന് തോന്നുന്നത്? ഇതില് എല്ലാ എല്ലാവരും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഒരു ഇമോഷണൽ വൈസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അതെ, കറക്റ്റ്. ഇപ്പൊ ഹാഷിം സാർ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എല്ലാ കാര്യവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിതിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ലിറ്റിൽ ബിറ്റ് ഓഫ് എവറിത്തിങ്, നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഒരു ലിറ്റിൽ ബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഹാപ്പി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ? ചിലവരിപ്പോ ഇതിലെ എല്ലാവരും മാരീഡ് ആവണമെന്നില്ല. കുറെ കാലങ്ങളായവരുണ്ടാവും, വളരെ അടുത്ത് കല്യാണം കഴിഞ്ഞവരുണ്ടാവും അല്ലെ? അപ്പൊ എല്ലാവരുടെയും റിലേഷൻഷിപ്പിലെ അവസ്ഥകൾ പല രീതിയിലാണ്. പക്ഷെ ഒരു ലോങ് റണ്ണിലോട്ട് പോകുമ്പോൾ അതൊരു നോർമൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയി മാറുകയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മള് ഡെയിലി റുട്ടീനായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ അതിങ്ങനെ പിന്നെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് അത് മാറും അല്ലെ? രാവിലെ എണീക്കുന്നു, രണ്ടുപേരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു. പിന്നെ അതൊരു റുട്ടീനാണ്. നമുക്ക് അതിലൊരു എന്താ പറയുന്നത്, ഒരു കാര്യവും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് ഈ ക്ലോക്ക് നടക്കുന്ന പോലെ തന്നെ ഡെയിലി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ആക്ച്വലി ഒരു 4 എഫേർട്സ് നമ്മുടെ റിലേഷൻഷിപ്പിൽ, ഒരു 4 എഫേർട്സ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് നാല് ഡിഫറൻസ് ദാറ്റ് വി നീഡ് ടു ഹാവ് ഇൻ എ റിലേഷൻഷിപ്പ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്ലി ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പാർട്ട്ണറിനെ കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? Yes. അതെ. കേൾക്കാറുണ്ട്. പക്ഷെ കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് കേൾക്കുക എന്ന് പറയുമ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ അവര് എന്താ പറയണത്, അവർ പറയുന്ന കാര്യങ്ങളെ കേട്ടാൽ മാത്രം മതി എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കേട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെന്താ പറയുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി കേൾക്കുക എന്നുള്ളത്. ബി പ്രസന്റ്, ഡിസ്ട്രാക്റ്റഡ് അല്ലാതെ മുഴുവനായി നമ്മൾ കൊടുക്കുന്ന 5 മിനിറ്റ് ആയിക്കോട്ടെ 10 മിനിറ്റ് ആയിക്കോട്ടെ മുഴുവനായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. ആൻഡ് യു ഡോണ്ട് ട്രൈ ടു സോൾവ് തിങ്സ്. എല്ലാ ലിസണിങ്ങിന് ഇരിക്കുമ്പോഴും പാർട്ട്ണർ പറയുന്ന എല്ലാ കാര്യങ്ങളിലും സൊല്യൂഷൻ അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവരെ കേൾക്കുക എന്നുള്ളതാണ്. ഫ്രിവ്ലെസ് കാര്യങ്ങളായിരിക്കും അല്ലെ? ഇപ്പൊ ഭാര്യയ്ക്ക് പറയാം, ഇപ്പൊ എന്താ ഇപ്പൊ ഡെയിലി ഇത്ര കേൾക്കാനുള്ള, ഒന്നല്ലെങ്കിൽ അവളെ അമ്മായിയമ്മയെ കുറ്റം പറയും,
എന്റെ അമ്മയെ കുറ്റം പറയും, അല്ലെങ്കിൽ ഓഫീസിലെ ചെറിയ ചെറിയ കാര്യമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പിള്ളേര് പിടിച്ചു നുള്ളി, അത് ചെയ്തു ഇത് ചെയ്തു, വലിച്ചിട്ട് പൊട്ടിച്ചു, അല്ലെ? ഇതായിരിക്കും. ഇനിയിപ്പോ നേരെ മറിച്ച് വൈഫിനോട് ചോദിക്കുകയാണെങ്കിലോ, ഡെയിലി എന്താ കേൾക്കാനുള്ളത്? ഈ ഓഫീസിലെ കാര്യങ്ങളും പിന്നെ ഈ കാറിന്റെ റിപ്പയറിന്റെ കാര്യങ്ങളും, കാറിന്റെ അത് മാറ്റം ഇത് മാറ്റം, ഇൻഷുറൻസ് അടയ്ക്കണം. ലെറ്റ് ഇറ്റ് ബി, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവരെ കേൾക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് വരുന്നത്, ഒന്നാമത്തെ എഫേർട്ട്. ഇനി രണ്ടാമത്തെ കാര്യം എപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. എപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡെയിലി രാവിലെ എണീച്ച് ഭാര്യയെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കിയിട്ട്, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പറാണ്, ഇതല്ല നമ്മളിവിടെ എപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ. എപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ പാർട്ട്ണറിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന തോന്നൽ അവരിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. അതിപ്പോ ഏത് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ആരുമായിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫിനെയോ വൈഫ് ഹസ്ബൻഡിനെ ആയാലും, ഐ നോട്ടീസ് യു എന്നുള്ളത്, അല്ലെ? സ്ഥിരമായി സംസാരിക്കുന്ന ഒരാള് സംസാരം കുറയുമ്പോൾ, സ്ഥിരമായി ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുമ്പോൾ, അത് രണ്ടിലാരുമായിക്കോട്ടെ അത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം. ശ്രദ്ധിച്ചു എന്നെങ്കിൽ തന്നെ ഇരിക്കട്ടെ, നമ്മൾ വിചാരിക്കും എന്താ അത്, എന്തെങ്കിലും ആവട്ടെ, ആ ഒരു മെന്റാലിറ്റി അല്ല. എന്താണത്, അല്ലെങ്കിൽ എന്തുകൊണ്ട്, എന്ത് പറ്റി എന്നുള്ള ചോദ്യങ്ങൾ തുറന്നു ചോദിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം തൊട്ടേ അതങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടാ എന്തെങ്കിലും ആയിരിക്കും, അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് വിട്ടാൽ പിന്നീട് നമ്മൾ നോട്ടീസ് പോലും ചെയ്യാതെയാവും എന്നുള്ളതാണ് സത്യം. കാരണം അത് നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമ്മൾ എന്ന് വിട്ട് കഴിയുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം തൊട്ട് നമ്മൾ ആക്ച്വലി അത് കാണുന്നില്ല. നമ്മുടെ മൈൻഡ് ഓൾറെഡി സെറ്റായി, അതങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പാർട്ട്ണറിനെ അറിയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ താങ്ക് യു എന്ന വേർഡ് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, അല്ലെ? അതൊരു ഫോർമാലിറ്റി അല്ലേ, നമ്മളത് പറയേണ്ട ആവശ്യമുണ്ടോ, എസ്പെഷ്യലി നമ്മുടെ പാർട്ട്ണറിനോട്? തീർച്ചയായിട്ടും. ഈ താങ്ക് യു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വായോണ്ട് വൈഫ് എന്ത് ചെയ്യുമ്പോഴും ഹസ്ബൻഡ് എന്ത് ചെയ്യുമ്പോഴും താങ്ക് യു എന്ന് പറയുക എന്നുള്ളതല്ല, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ ഒരു സ്മൈൽ ആയിരിക്കും, അല്ലെ? ഒരു അക്നോളജ്മെന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഒരു എഫേർട്ട് കൂടുതൽ എടുത്തു, അല്ലെ? അപ്പൊ അതൊരു ഹഗ്ഗിലൂടെയോ ഒരു സ്മൈലിലൂടെയോ, അല്ലെ? അത് പാർട്ട്ണറിനെ ഞാൻ നിന്നെ എക്നോളേജ് ചെയ്തു, ഞാൻ എപ്രിഷിയേറ്റ് ചെയ്യുന്നു ആ എഫേർട്ട് എന്നുള്ളത്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, പാർട്ട്ണർ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എപ്രിഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ എപ്രിഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ താങ്ക് യു പറയാൻ പഠിക്കുക. ഇനി താങ്ക് യു അല്ലെങ്കിൽ അത് വേറൊരു രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. തേർഡ് തിങ് ഈസ് ഇന്റൻഷണൽ ടൈം ടുഗെദർ. നമ്മൾ പാർട്ട്ണറിന് ദിവസം ഒരു 15 മിനിറ്റ് എങ്കിലും ഡിസ്ട്രാക്റ്റഡ് അല്ലാത്ത എന്ന് പറയുമ്പോൾ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഫോണാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഡെയിലി സംസാരിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ഒരു 15 മിനിറ്റ്സ് മൊബൈൽ ഒന്നും ഇല്ലാതെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ? ഡെയിലി കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാര്യം എടുത്തു പറയാനോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങളിൽ എല്ലാവരും ഒരു 15 മിനിറ്റ് എങ്കിലും പാർട്ട്ണറിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ടോ ഡെയിലി? 15 മിനിറ്റ് എന്ന് കൃത്യമായിട്ട് കണക്കാക്കാറില്ല, പക്ഷെ ഡെയിലി സംസാരിക്കാറുണ്ട്, അതിന് സമയം കണ്ടെത്താറുണ്ട്, ഒരു ക്വാളിറ്റി ടൈം തന്നെ കണ്ടെത്താറുണ്ട്. യെസ്, അതാണ് സർ. 15 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ജസ്റ്റ് ഒരു കണക്ക് എന്നുള്ള രീതിക്ക് പറയുന്നുള്ളൂ. എത്രയെങ്കിലും നമ്മൾ ക്വാളിറ്റി ടൈം, സാർ പറഞ്ഞ കറക്റ്റാണ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. അതിപ്പോ നമ്മൾ ദൂരെയാണെങ്കിൽ ഓവർ ഫോൺ ആണെങ്കിലും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊബൈൽ എല്ലാം മാറ്റി വെച്ച് അവരെ ഫുള്ളി ഹിയർ ചെയ്തുകൊണ്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഈ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചിന്ത വരും, എവിടെയാ ഇതിനൊക്കെ സമയം? നമ്മളല്ലേ രാവിലെ തൊട്ട് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് പോയി കടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്ന ഇടയിൽ എവിടെ ഇതിനൊക്കെ സമയം? സംസാരിക്കും നമ്മൾ. ഇന്ന് രാവിലെ പാല് വാങ്ങിയ കാര്യം പറഞ്ഞു, പാൽക്കാരന് കാശ് കൊടുത്ത കാര്യം പറഞ്ഞു, നാളെ വാങ്ങാനുള്ള കാര്യം, നാളെ അവിടേക്ക് പോകണം, ഒരു പരിപാടി ഉണ്ട്. ഇതല്ല, നമ്മൾ കുറച്ചും കൂടി ഇൻ ഡെപ്തിലുള്ള ടോക്കിനെയാണ് നമ്മളുടെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. ഡെയിലി റുട്ടീൻ ചർച്ചയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ആ പാർട്ട്ണറിനെ മനസ്സിലാക്കുന്ന, അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കണം. അത് ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കൃത്യമായി ഇത്ര നേരം ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ്, അല്ലെ, എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയിട്ടുള്ള ഒരു
സ്ട്രോളായിരിക്കും, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒപ്പം നടക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുട്ടികളൊക്കെ കിടന്നു കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനം പറയുക എന്നുള്ളത് തന്നെയാണ്. സോ എപ്പോഴെങ്കിലും നമുക്കൊരു ദിവസത്തിൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് ചിലപ്പോൾ എല്ലാവരും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഈ നമ്മൾ പറഞ്ഞ 4 കാര്യം, ആക്റ്റീവ് ലിസ്ണിംഗ് ആയിക്കോട്ടെ, എപ്രിസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇന്റൻഷനലി ടൈം കൊടുക്കുന്നതായിക്കോട്ടെ, അതേപോലെ 4ാമത്തെ ഒരു കാര്യമാണ് ഇമോഷണൽ ചെക്കിങ്സ് എന്ന് പറയുന്നത്. നമ്മള് പാർട്ട്ണറിന്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് തുറന്നു ചോദിക്കാൻ പഠിക്കണം. അവരിൽ മാറ്റങ്ങൾ കാണുമ്പോൾ അത് എന്താണ് എന്ന് തുറന്നു ചോദിക്കാനും നമ്മൾ തയ്യാറാവണം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണം കഴിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യത്തെ 1-2 വർഷമൊക്കെ ഇവർ അടിച്ച് പൊളിച്ച് സൂപ്പറായി ജീവിച്ചു. പിന്നെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നു, 2ാമത്തെ കുഞ്ഞുണ്ടാവുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു പോയി. അവർ പ്രൊഫഷണലിയും ഭയങ്കര സക്സസ്ഫുൾ ആയി. 2 പേരും അവരുടെ ജോലികളിൽ ഉയർന്ന തലങ്ങളിലേക്കായി, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഒരു 10 വർഷം ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം, അപ്പൊ രാത്രിയാവുമ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങുന്നു, ഇവർ വരുന്നു, ബെഡിൽ കിടക്കുന്നു, 2 പേരും മൊബൈലിൽ പല കാര്യങ്ങൾ ചെയ്യുന്നു, ലാപ്ടോപ്പിൽ ഇരിക്കുന്ന ഒരാള്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈഫ് ഹസ്ബൻഡിന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണ്, ഐ മിസ് ലാഫിങ് വിത്ത് യു എന്നുള്ളതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ഹസ്ബൻഡ് ആകെ എന്തോ പോലെ കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല. പെട്ടെന്ന് വൈഫിനെ ഹഗ് ചെയ്തു ആൻഡ് ഷീ ബേഴ്സ്റ്റ് ഔട്ട്. പിന്നെ അവർക്ക് എണ്ണിപ്പെറുക്കി പറയാനും കരയാനും ഒക്കെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ആ 10 വർഷത്തിന് ശേഷം എഗെയിൻ ഒരു ഇമോഷണൽ ഇന്റിമസി അവിടെ ബിൽഡായി. അത് ആ തുറന്നു പറച്ചിലൂടെയാണ്. ആ ഒരു തുറന്നു പറച്ചിലില്ല എന്നുണ്ടെങ്കിൽ എന്താവും, ഇവർ ആ റുട്ടീൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കുറെ കഴിയുമ്പോൾ അവർ തമ്മിൽ എന്താവും, ഒരു ഡിസ്റ്റന്റ് കപ്പിളായിട്ട് മാറും, അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് കപ്പിളായിട്ട് മാറും. 2 വ്യക്തികൾ ഒരേ വീട്ടിൽ റൂംമേറ്റ്സിനെ പോലെ താമസിക്കുക എന്നുള്ളതിൽ അപ്പുറം അവർ തമ്മിൽ കണക്ഷൻ ഇല്ലാതെയാവും. സോ എവിടെയാണ് ഇതിപ്പോ ഒരു 10 വർഷം എടുത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ 10 അല്ല 15 അല്ല 20 വർഷമായി മാരേജ് കഴിഞ്ഞിട്ടെങ്കിലും ഇന്ന് തൊട്ട് നമുക്കൊരു സ്മോൾ എഫേർട്ട് ഇടാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ചെയ്യുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഏതാണോ നമ്മൾ ചെയ്യാത്തത് അത് ചെയ്തു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ബിറ്റ് ഓഫ് എവറിത്തിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഒരു ഓപ്പൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ചെയ്യുന്നവർക്ക് ഓക്കെ, ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി എങ്ങനെ ഇപ്പൊ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് താങ്ക് യു പറയാം, എങ്ങനെയാണ് പെട്ടെന്നൊരു കാര്യം, ശരിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഞ്ഞു എഫേർട്സ്, കുഞ്ഞു മാറ്റങ്ങൾ നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇന്റൻഷനലി കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾ ഇന്റൻഷനലി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അതിന് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പാർട്ട്ണർ ഇത്രയും കാലം ഇല്ലാത്തൊരു ഹാബിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്താ തോന്നുക എന്നുള്ളത്. അത് ഭയങ്കര എക്സ്ട്രീം എക്സ്പ്രസീവ് ആവാതെ ചെറിയ സ്റ്റെപ്പ് ഓഫ് എക്സ്പ്രഷനിലൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ആ റിലേഷൻഷിപ്പ് പണ്ട് ഉണ്ടായിരുന്ന പോലെ പണ്ടത്തെക്കാൾ മനോഹരമായി നമുക്ക് മാറ്റാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പാർട്ട്നേഴ്സിനോട് നമ്മൾ എനിക്ക് തന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്നത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ഇപ്പൊ നമ്മൾ പിണങ്ങിയിരിക്കുമ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും നമുക്ക്? നമ്മൾ തല്ലുകൂടുമ്പോഴൊക്കെ പറയാറില്ലേ, നിങ്ങൾക്ക് എന്നെ ഒരു ഇഷ്ടമില്ല, അല്ലെങ്കിൽ നീ ഇപ്പൊ എന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, എനിക്ക് നിങ്ങളെ ഭയങ്കര കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്താ അങ്ങനെ തോന്നി എന്ന് നമ്മൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യം കൊണ്ട് ആ റിലേഷൻഷിപ്പിൽ മാറ്റം വരില്ല. റിലേഷൻഷിപ്പിൽ മാറ്റം വരണമെങ്കിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഹോൾഡ് ഓൺ ചെയ്യണമെങ്കിൽ വി നീഡ് ടു എക്സ്പ്രസ് എന്നുള്ളതാണ്. നമ്മളൊരു ഡെയിലി കോൺവെർസേഷനിൽ ഒരു ഐ ലവ് യു പറഞ്ഞത് കൊണ്ടോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ടോ നമുക്ക് ആ റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആക്കാൻ പറ്റില്ല. സ്ട്രോങ്ങർ ആക്കണമെങ്കിൽ നമ്മുടെ ജെസ്റ്റേഴ്സിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ വി നീഡ് ടു എക്സ്പ്രസ് ഇറ്റ്. ചിലവർ ചോദിക്കും എനിക്ക് ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, അതിപ്പോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണോന്ന് ചോദിക്കും, അല്ലെ?
എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, പക്ഷെ നമ്മൾ വല്ലപ്പോഴെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ആ ഗീവ് ആൻഡ് ടേക്ക് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. അപ്പൊ നമ്മൾ കൊടുക്കുന്നതും മറ്റേയാൾ എടുക്കുന്നതും അവിടെ നടക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൊടുക്കാൻ, നമ്മൾ എക്സ്പ്രസ്ലി ആ ഒരു ബിഹേവിയർ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ഗിഫ്റ്റ്സ് കൊടുക്കുന്നതിൽ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നാ തോന്നുന്നത് നിങ്ങൾക്ക്? പാർട്ട്നേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണോ? അതൊരു നിർബന്ധമല്ല. ആ യെസ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം അല്ലെ? ഡിപ്പെൻസ് ഓൺ ദ കൊടുത്താൽ ടേസ്റ്റ്. നല്ലതാണ് മാം. കുറച്ചും കൂടി ഒരു റിലേഷൻ ഒന്നുകൂടി ഒന്ന് ബോൾഡ് ആവും. കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ? ഗിഫ്റ്റ് അതെ അതെ വാങ്ങുമ്പോഴും അതെ. ഗിഫ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ ഗിഫ്റ്റ് സ്വീകരിക്കുന്നതും ഹാപ്പി ആയിരിക്കും. ചിലർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും താല്പര്യം, ചിലർക്ക് ഗിഫ്റ്റ് വാങ്ങാനായിരിക്കും താല്പര്യം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതെ. അപ്പോ ഗിഫ്റ്റ് കൊടുക്കുക വാങ്ങുക എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ? സർപ്രൈസസ് ആയാലും കൊടുക്കുന്നതും വാങ്ങുന്നതും. അതിനൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ വലിയ ഗിഫ്റ്റുകളേക്കാൾ ഇമ്പോർട്ടൻറ്റ് ചിലപ്പോഴും മിക്കപ്പോഴും റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക സ്മോൾ ജെസ്റ്റേഴ്സിലൂടെയാണ് അല്ലെ? നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എത്ര കാലമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു വായ ടേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാനോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ വന്നു, അല്ലെങ്കിൽ നമ്മൾ വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നീ കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചോ. ചിലപ്പോൾ ചില വീടുകളിൽ ആദ്യം വരുന്നത് ഹസ്ബൻഡ് ആണെങ്കിൽ ചിലപ്പോൾ അവര് ഫുഡ് കഴിച്ചു എന്ന് വരും, രണ്ടാമതായിരിക്കും വൈഫ് വരുന്നത്, അല്ലെങ്കിൽ ആദ്യം വൈഫ് ആയിരിക്കും, ആൻഡ് വൈസ് വേഴ്സ. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വുമൺ അല്ലെങ്കിൽ അവർ ഫുൾ ടൈം വീട്ടിലുണ്ടാവും അല്ലെ? അപ്പൊ നമ്മുടെ സ്മോൾ ജെസ്റ്റേഴ്സ് ആണ് ഗിഫ്റ്റ് നമ്മൾ പറയുന്ന പോലെ കൊടുക്കണം വേണം എന്നുള്ളത്. പക്ഷെ കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ പലപ്പോഴും നമ്മുടെ ജെസ്റ്റേഴ്സിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കഴിച്ചോ എന്ന് ചോദിക്കുക, ഇല്ലെങ്കിൽ വരൂ ഒന്നിച്ച് കഴിക്കാം എന്ന് പറയുക. പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് അവിടെ പോയി നിൽക്കുക. നമുക്ക് പലപ്പോഴും തോന്നും അല്ലെ, ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, പാർട്ട്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ് ഉള്ളത്. പക്ഷെ ചില കേസിലൊക്കെ എങ്ങനെയാണ്, ഇറ്റ് ഈസ് യോർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ പോലെ പകുത്താണ് പലവരും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യാതെ, എസ്പെഷ്യലി നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കണം അല്ലെ? പാർട്ട്ണർ ഇപ്പോൾ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നിങ്ങൾ പാർട്ട്ണർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഒരു ചെറിയ എഫേർട്ട് എന്നുള്ളത് ചിലപ്പോൾ ഒന്നും ആവശ്യമില്ല അല്ലെ? അവർ ചെയ്യുന്ന പണിയുടെ ഇടയിൽ വർത്താനം പറയുകയോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം പോലും ഇറ്റ് മേക്സ് എ ഗ്രേറ്റ് ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ട് അല്ലെ, ഇൻസ്റ്റാ റീൽസ് കാണുക എന്നുള്ളത്. പല തരത്തിലുള്ള റീൽസ്, ഫാമിലി റീൽസ്, ജോക്ക് നടത്തുന്ന കാര്യങ്ങള്, പല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര തമാശയായിട്ട് ഇതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാച്ചാൽ അവർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അല്ലെ? അവർ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്. ചിലത് ഇൻഫോർമേഷണൽ ആവാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും ഡിഫറെന്റ് ആണ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മുടെ പാർട്ട്നേഴ്സും ഡിഫറെന്റ് ആണ്. മറ്റൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്പാരിസണേ ആവരുത്, ആവാൻ സാധിക്കില്ല അല്ലെ? ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ റിയൽ ഇസ് റിയലി ഡിഫറെന്റ് ഫ്രം ദ റിയൽ ഫാക്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. സോ ഗിഫ്റ്റുകൾ കൊടുക്കുക, വെക്കേഷന് കൊണ്ടുപോവുക, പലവരും കണ്ടിട്ടുണ്ട് അവർ അവിടേക്ക് പോയി ഇവരിവിടേക്ക് പോയി എന്നുള്ളത്. സോ ഡോണ്ട് കമ്പയർ. അങ്ങനെ എവിടെയെങ്കിലും ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു 21 years ആയ ഒരു മാരേജ് റിലേഷൻഷിപ്പ് ഒരു കേസ് വന്നതാണ്. 20 വർഷം 21 വർഷം അവർ കല്യാണം കഴിഞ്ഞിട്ട് എന്നുള്ളത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അമേരിക്കയിലാണ്. രണ്ടുപേരും അപ്പൊ വൈഫ് വർക്കിംഗ് അല്ല, പക്ഷെ രണ്ടുപേരും ഒരു കാലത്ത് വർക്കിംഗ് ആയിരുന്നു. അവർക്ക് 2 വീടുണ്ട് അവിടെ, 2 മക്കളാണ്. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഓൾറെഡി വർഷങ്ങളായിട്ട് ഡിസ്കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ സംസാരിച്ച് ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, ഒരാളും നമ്മൾ ആരും വിശ്വസിക്കാത്ത രീതിയിലാണ് അവർ സോഷ്യൽ മീഡിയയിലുള്ള അപ്ഡേറ്റ്സ്. വർഷത്തിൽ 2 പ്രാവശ്യം ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നു,
ഫോട്ടോസ് ഇടുന്നു. അപ്പൊ ഇവർ പറയുന്നത് വെച്ചാൽ ഇതെല്ലാം സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലുള്ള ആ ഒരു ഗോസിപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ ജീവിക്കുന്ന ഒരു ലൈഫാണ്. അവർ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന് രണ്ടുപേർക്കും വ്യത്യസ്ത മുറികളാണ് എന്നുള്ളതാണ്. പക്ഷെ അവര് ഡിവോഴ്സ് ചെയ്യാത്തതിനുള്ളൊരു കാരണം ഈ ലേഡി പറഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് ഡിവോഴ്സ് ചെയ്യാനുള്ള ആ മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ അവർ ചെയ്യാത്തതിനൊരു കാരണം അവർ പറയുന്നത് അമേരിക്കയില് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിന് സ്വത്തിന്റെ പകുതി കൊടുക്കേണ്ടി വരുന്ന റൂൾ ഉണ്ട് അത്ര. അപ്പൊ അത് പ്രകാരം ഹസ്ബൻഡ് പറയുന്നത് ഞാൻ കൊന്നാലും നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ സ്വത്തിന്റെ പകുതി കൊടുക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. സോ ഷീ സ്റ്റിൽ ഹാങ്കിങ് ടു ദാറ്റ് റിലേഷൻഷിപ്പ് വർഷങ്ങൾ. അപ്പൊ അവര് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹാപ്പി കപ്പിളാണ് അവര്. പക്ഷെ യഥാർത്ഥത്തിൽ ചോദിക്കുമ്പോൾ അവര് പരസ്പരം സംസാരിക്കുന്ന പോലുമില്ല. വീട്ടിന്റെ ഉള്ളിൽ കയറുന്നു, നേരെ 2 റൂമിലേക്ക് ആവുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫറെന്റ് ലൈഫാണ് കൊണ്ടുപോകുന്നത് ആളുകൾക്ക് കാണാൻ വേണ്ടി. സോ നമ്മൾ പലപ്പോഴും മറ്റൊരാളെ കമ്പയർ ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാതെ നമ്മുടെ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ എന്താ ഉള്ളത്, പലവർക്കും കിട്ടാതെ പോകുന്ന പല പോസിറ്റീവ്സും നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. പലതും ഉണ്ടാവും. ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരാൾ അപ്പുറത്തുനിന്ന് പറയാണ് ഒന്നും ചെയ്യില്ല, പുള്ളി വന്നു കഴിഞ്ഞാൽ നേരെ മൊബൈൽ നോക്കി കിടക്കുക, എന്നോട് സംസാരിക്കുക പോലില്ല, കടന്നുറങ്ങും. അവർ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതേസമയം നമ്മുടെ വീട്ടിലെന്താ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ടാവില്ല, ചിലപ്പോൾ വെക്കേഷൻസ് പോകുന്നുണ്ടാവില്ല, വലിയ വലിയ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ വീട്ടിലുള്ള എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളെല്ലാം നടത്തിത്തരും. ബിക്കോസ് അവരുടെ വരുമാനം അത്രേ ഉണ്ടാവുള്ളൂ, നടത്തിത്തരും. വീട്ടിലെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിനും രണ്ടുപേരും ചർച്ച ചെയ്തിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ പാർട്ട്നേഴ്സ് രണ്ടുപേരും ഒരുപോലെ ഇമ്പോർട്ടൻസ് എടുക്കുന്നുണ്ട്. സോ അതാണ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം അല്ലെ. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ തന്നെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ, റാദർ ദാൻ കമ്പയറിങ് ബേസ്ഡ് ഓൺ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. സോ ഒരു ചെറിയൊരു ഹഗ്, ഒരു ചെറിയൊരു അന്വേഷണം, ഒരു ചെറിയ ജസ്റ്റ്, കഴിക്കുന്ന ഭക്ഷണത്തിലെ ഒരു ഉരുള, കഴിച്ചോ എന്നുള്ളൊരു ചോദ്യം, ഹസ്ബൻഡിനോട് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസ്, അല്ലെങ്കിൽ ഓക്കെ അല്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ജെസ്റ്റേഴ്സ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തൊട്ട് തന്നെ ചെറിയ മാറ്റം എന്നുള്ള രീതിക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻ പോകണമെങ്കിൽ അത് ഹാപ്പിയർ ആവാനും, അല്ല കുറച്ചൊന്ന് റിലേഷനിൽ എന്തെങ്കിലും ഒരു വിള്ളൽ ഉണ്ടെങ്കിൽ അത് നിരന്തരമായി അടച്ചു കൂട്ടി സ്മൂത്തായി പോകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഉള്ള കാര്യങ്ങളിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള പോലെ പോയാൽ മതി, എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് തോന്നുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? പെർഫെക്റ്റ് ആണ്, നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഇന്റിമസിയുടെ കുറവ് നമ്മുടെ റിലേഷനിൽ ഇല്ല, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് എന്ന് തോന്നുന്നവര്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വേണോ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണോ റിലേഷനിൽ? വാട്ട് ഡു യു ഓൾ തിങ്ക്? മാറ്റം വേണം, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. ഒരു കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ റിലേഷനിലും വേണ്ടി വരും. ഇപ്പൊ ഇത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാനും ചിന്തിച്ചാലുണ്ടാവും അല്ലെ, എന്റെ ലൈഫിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്നുള്ളത്. എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ നമുക്ക് കൂട്ടാൻ, അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത? ഇതില് മാം പറഞ്ഞ കാര്യങ്ങളെല്ലാം റെലവെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ ഒരു റിയാലിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ അവസാനം പറഞ്ഞ പോയിന്റ് ആണെങ്കിലും അതിന് മുന്നേ പറഞ്ഞ പോയിന്റ് ആണെങ്കിലും എല്ലാം ഇപ്പൊ നിലവിലെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളാണെങ്കിലും ആ ഒരു കമ്പാരിസൺ ഒക്കെ ആണെങ്കിലും ഒരുപാട് പേരുടെ ലൈഫിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അതിനൊരു ഭയങ്കര ഒരു റെലവെന്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നു ഇപ്പൊ സംസാരിച്ചിരുന്നത്, യൂസ്ഫുൾ ആയിരുന്നു. കാരണം എന്ന് വെച്ചാലേ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്നലെ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പം ഹസ്ബൻഡും വൈഫും മുട്ടം വഴക്കാണ്. അപ്പൊ എന്താണ് വഴക്കിന്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടലാവും. വീടിന്റെ ഹാളിൽ ഒരു മണി പ്ലാന്റ് വളർത്തിയിരുന്നു. മണി പ്ലാന്റ് മേലോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പൊ അതിനെ ഞാനൊരു വള്ളി വെച്ച് കെട്ടി മേലേക്ക് പടർത്തണം എന്ന് കുറച്ച് ദിവസമായി ചിന്തിക്കുകയാണ്. വൈഫ് ചിന്തിക്കുകയാണ്. അപ്പൊ ഇന്ന് പുള്ളി ഓഫീസിലേക്ക് പോട്ടെ, കുഞ്ഞ് സ്കൂളിലേക്ക് പോട്ടെ, വള്ളി വെച്ച് കെട്ടി അത് പടർത്തണം
എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഒരാവശ്യമില്ല ആ മനുഷ്യന്. ഇന്ന് രാവിലെ ഉണ്ട് ഞാൻ കിച്ചണിൽ വരുമ്പോ പുള്ളി അതെല്ലാം വെട്ടി ഷോർട്ടാക്കി ബുഷാക്കി. ആ ഒരൊറ്റ കാരണം കൊണ്ട് വഴക്കുണ്ടാക്കി അന്ന് മിണ്ടിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അത്തരത്തിലുള്ള ഒരു ആഗ്രഹം കുറേ ദിവസമായി മനസ്സിലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് പറയായിരുന്നില്ലേ, ഞാനിതൊരു വള്ളിയിട്ട് മേലോട്ട് പടർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺവെർസേഷൻ പറയുകയോ ഹസ്ബൻഡ് അത് അറിയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളി ചെയ്ത പ്രവൃത്തി ശരിയല്ല എന്നുള്ള ഒറ്റ ബേസിസിലാണ് ഇന്നലത്തെ ആ വഴക്കുണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാഗത്തും കൂടി തെറ്റ്. ചിലപ്പോ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ദേഷ്യം വരുമ്പോൾ നമ്മളത് പറഞ്ഞു വരും. പക്ഷെ നമ്മുടെ ഭാഗത്തും കൂടി ആ ഒരു ഇത് വേണ്ടിയിരുന്നില്ലേ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഞാൻ ഓർത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞാ മതിയായിരുന്നു നിങ്ങളോട് എന്ന് തുറന്ന് പറയാൻ. ഐദർ ഓഫ് ദ പാർട്ട്ണർ പറ്റിപ്പോയെങ്കിൽ പറ്റിപ്പോയി എന്ന് തുറന്ന് പറയാന്നുണ്ടെങ്കിൽ അവിടെ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഇന്ന് വലിയ ഒരു ഇഷ്യൂ ആയി മാറുകയാണ്. നമ്മുടെ അടുത്ത് ഡിവോഴ്സിനൊക്കെ വന്നു കഴിഞ്ഞ് അവരോട് കാരണം ചോദിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് എന്താണ് ഡിവോഴ്സിന് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എടുത്തു പറയാൻ ഒരു പെർട്ടിക്കുലർ റീസൺ ഇല്ല എന്നുള്ളതാണ് രസം. വർഷങ്ങളായിട്ടുണ്ടായ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെല്ലാം അവസാനം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്ക് കാരണം എന്ന് ചോദിച്ചാൽ അതിപ്പോ എനിക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല, ഒന്നല്ലെങ്കിൽ അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. പക്ഷെ ഒരു റീസൺ വാലിഡ് ആയിട്ടുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. അത് ഇതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ ഡിസ്കണക്ഷൻ എല്ലാം അവസാനം എന്തായി നിരന്തരമുള്ളൊരു ഡിസ്കണക്ഷനിലേക്ക് മാറുകയാണ്. സോ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിലൂടെ വലിയ എഫക്റ്റ് ഉണ്ടാവട്ടെ, എല്ലാരും ഹാപ്പി ആയിരിക്കട്ടെ. അതെ. ഓക്കെ, എന്റെ ഒരു ഗുഡ്. എക്സ്പീരിയൻസില് എന്റേതിപ്പം ഞങ്ങളുടെ 17 വർഷമായി, 17 years ആയി. ഒന്ന്, കീപ് ദ എക്സ്പെക്ടേഷൻ ലോ. നമ്മുടെ ഒന്നാമത്തെ കാര്യം, എക്സ്പെക്ടേഷൻ എപ്പോഴും ലോ ആക്കി വെക്കുക. പിന്നെ പരിഗണന, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആവശ്യത്തിനുള്ള പരിഗണന കിട്ടുക എന്നുള്ളത് എന്ത് കാര്യത്തിലാണെങ്കിലും. അത് ഭയങ്കരമായിട്ടായിരിക്കണം എന്നില്ല, ചെറിയ രീതിയിലുള്ള റെസ്പെക്റ്റ് കൊടുക്കുക. പിന്നെ മറ്റേയാള് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എന്ന് നമ്മൾ ഒരിക്കലും ഷാഠ്യം പിടിക്കരുത്. രണ്ട് വ്യക്തികൾക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ മണി പ്ലാനിൻ്റെ കാര്യം, മറ്റേയാൾ അതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലായിരുന്നു എന്ന് എന്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മനസ്സിലാക്കിയില്ല. അങ്ങനെ ഒരിക്കലും ഷാഠ്യം പിടിക്കാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മറ്റേയാൾക്ക് മനസ്സിലാവണമെന്നില്ല, നമുക്ക് ഉറപ്പില്ലല്ലോ, നമ്മുടെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ അയാളുടെ. അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള ഷാഠ്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഒരിക്കലും പെർഫെക്റ്റ് പാർട്ട്ണർ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഇന്റർവ്യൂവിലും സിനിമയിലും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. റിയൽ ലൈഫിൽ അത് പോസിബിൾ അല്ല. രണ്ട് വ്യക്തികൾ ഒരിക്കലും 100% ഒരേ ടേസ്റ്റ് ഉള്ളവരാവില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യുക. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്നതിനേക്കാൾ കാര്യങ്ങൾ തിരിച്ചു കിട്ടും. എക്സാക്ട്ലി, സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ലോ എക്സ്പെക്ടേഷൻ വെക്കുക. നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഈ പറഞ്ഞ മാതിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പൊ സാർ പറഞ്ഞൊക്കെ എന്തായാലും കറക്റ്റാണ്. ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഇതിലേക്ക്? നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ആവാം, ചുറ്റുമുള്ള എക്സ്പീരിയൻസ് ആവാം. നല്ല ക്ലാസ് ആയിരുന്നു. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക എന്നുള്ളതൊരു നല്ല പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ പല പ്രോബ്ലംസും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും പറ്റും. പലപ്പോഴും നമ്മൾ വേറെ അവര് വേറെ എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ പലതിനോടും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, സാറ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ആ സ്പോണ്ടേനിയസ്ലി ആ മൊമെന്റിൽ ചിന്തിച്ചില്ല എന്ന് വരും അല്ലെ. നമ്മൾ രണ്ട് വ്യക്തികളും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന്, രണ്ട് വ്യത്യസ്ത ലൈഫ് സ്റ്റൈലിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ നമ്മൾ എന്തൊക്കെ വഴക്കുകളും ബഹളവും ഉണ്ടാവും അല്ലെ. നമ്മളെ ചെറുത് തൊട്ട് കണ്ടുവന്ന അച്ഛനും അമ്മയായിട്ടും ഒക്കെ സഹോദരങ്ങളൊക്കെ ആയിട്ടും ഒക്കെ വഴക്കുണ്ടാവും. അപ്പൊ നമ്മൾ ഇതേ വരെ കാണാത്ത ഒരാളെ ഒരു 20 വയസ്സ്, 22 വയസ്സ്, 25 വയസ്സൊക്കെ കഴിഞ്ഞ് കാണുന്ന ഒരാളെ കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു ഫ്ലോസും ഇല്ലാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എളുപ്പമാവില്ല, വഴക്കുണ്ടാവും. പക്ഷെ ഇപ്പൊ അബ്ദുൾ സാറ് ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആയ ആള് ചിന്തിച്ചതിൽ എന്താ തെറ്റ്, ഞാനും ചിലപ്പോ അങ്ങനെ ചിന്തിച്ചേനെ എന്നുള്ളത് വഴക്കുണ്ടായി കഴിഞ്ഞാലും
ആക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും അത് ക്ലിയർ ചെയ്ത് അപ്പൊ ക്ലിയർ ചെയ്ത് പോവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതെ, എൻ്റെ ഒരു കോൺഫ്ലിക്ട്സ് ഒരിക്കലും എക്സ്പീരിയൻസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അപ്പപ്പോ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ നമ്മുടെ മനസ്സിൽ കിടന്ന് വലുതായി 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 പിന്നെ ഒരു സെയിം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം അതാണ് വരിക. അപ്പൊ ആ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഇത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. സജ്ന മാമിന് എന്തോ പറയാണ്ട്. യെസ് സജന മാം. അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴേ, ഞാൻ കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങളോളം ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾക്ക് വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. അങ്ങനെ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നെ മനസ്സിലായി എക്സ്പെക്ടേഷൻസ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല, കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കാന്നുള്ള. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് സജന മാം പറഞ്ഞപ്പോ അതിലൊരു കാര്യം ഞാൻ ആഡ് ഓൺ ചെയ്യാം. എന്റെ ലവ് മാരേജ് ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒന്നും കണ്ടറിഞ്ഞ്, ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചോദിക്കില്ല, എല്ലാം ഇങ്ങനെ കണ്ടറിഞ്ഞ് എനിക്ക് ചെയ്തു തരണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉള്ള ആളാണ്. ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും കണ്ടറിഞ്ഞ ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഈ കാര്യം പിടികിട്ടി. അതായത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ് എന്റെ ഹസ്ബൻഡ്. അതേസമയം ഇഷ്ടമില്ലാത്ത ആളോ ചെയ്തു തരാൻ താല്പര്യമില്ലാത്ത ആളല്ല. ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110% ഹീസ് റെഡി. പക്ഷെ നമ്മൾ പറയണം, പറഞ്ഞാലേ ചെയ്തു തരുള്ളൂ. അപ്പൊ ഞാൻ ആ ഒരു നാക്ക് പഠിച്ചു. ആവശ്യങ്ങൾ നമ്മൾ തുറന്നു പറയണം, അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയണം. തുറന്നു പറഞ്ഞാൽ ആള് ചെയ്തു തരും. പക്ഷെ ഇങ്ങനെ കണ്ടറിഞ്ഞ് നമ്മൾ പറയില്ലേ, നമ്മൾ വിചാരിക്കുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ എത്തിക്കുക, വിചാരിക്കുമ്പോഴേക്കും ചെയ്തു തരാം, ആ ഒരു രീതി പുള്ളിക്കില്ല. അപ്പൊ ഹിസ് വേ ഇസ് ലൈക്ക് ദാറ്റ് എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. കാരണം ഓരോ വ്യക്തികളും ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്താ പറയണത് ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. അതാണ്. ആരെങ്കിലും ഉണ്ടോ? ഹലോ അർച്ചന മാം. യെസ് പറയും. ജസീനയാണേ. ജസ്റ്റിന മാം പറയും. ഇതിന്റെ കൂടെ ഈ പറഞ്ഞത് എല്ലാം വളരെ വാല്യുബിൾ പോയിന്റ് ആണ്. നമുക്കൊക്കെ അറിയാമായിരുന്നാലും, പക്ഷെ എന്നാലും നമ്മൾ നമ്മളെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതൊന്നും ആലോചിക്കാറില്ല എന്നുള്ളതാണ് കറക്റ്റ്. പക്ഷെ എനിക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ആ പറഞ്ഞു തീർക്കല് പലപ്പോഴും നമുക്ക് വീടിന്റെ ഉള്ളിൽ സാധ്യമാവാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ വരിക. കുട്ടികളുണ്ടാവും, അച്ഛനമ്മയുണ്ടാവും. അപ്പൊ അവരുടെ മുന്നിൽ നിന്ന് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ തുറന്നു പറച്ചിലുകൾ, ചർച്ച ചെയ്യലൊക്കെ നീണ്ടു പോകും. അപ്പൊ ആ തുറന്ന് പറയാതിരിക്കുന്നിടത്തോളം കാലം തന്നെ ആ ഒരു പ്രശ്നം രണ്ടുപേരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പൊക്കെ ഒറ്റയ്ക്ക് പോവുക. കുട്ടികളും ആരും ഇല്ലാണ്ട് ഇവര് രണ്ടുപേരും മാത്രം. പിന്നെ വണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുമിച്ച് ഒന്ന് ഡ്രൈവ് ചെയ്യുക, എന്നിട്ട് ചെറിയൊരു ട്രിപ്പ് പോവുക. ആ ഡ്രൈവിങ്ങിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അന്നേരത്ത് കുട്ടികളൊന്നും പാടില്ല, നമ്മൾ മാത്രമേ പാടുള്ളൂ. അങ്ങനെ ആ ട്രിപ്പിൽ നമുക്ക് നമ്മളെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് ഡ്രൈവ്. എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളെ ലൈഫ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് എൻ്റെ പിന്നെ 2 കാസ്റ്റിലുള്ള ആൾക്കാരാണ്. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്നാലും പിന്നെ ഇത്രയും കാലമായിട്ട് ഒരു വഴക്ക് എന്ന് ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു വഴക്ക് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ കാരണം തുടക്കം തൊട്ടേ ഈ പരസ്പരം മനസ്സിലാക്കൽ എന്നുള്ളത് ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് തുറന്നു പറച്ചിലുകളും ഉണ്ടായിരുന്നു. ഈ തുറന്നു പറയുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഈ ഡ്രൈവ് ഒരുമിച്ച് ആരെയും കൂട്ടാണ്ട് പുറത്ത് പോവുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ട്രിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട്ലി. ഇപ്പൊ ടച്ച് വുഡ് അതുപോലെ ഒരുപാട് ഇയേഴ്സ് മനസ്സിലാക്കി മുന്നോട്ട് പോട്ടെ. ഈ ഡ്രൈവ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഡ്രൈവ് പോകാൻ പറ്റിയില്ലെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്ട്രോൾ, ആ വീടിന്റെ മുമ്പിലുള്ള ആ റോട്ടിൽ കൂടെ അറ്റം വരെ നടന്ന് തിരിച്ചു വന്നാലും മതി. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയി ഇപ്പൊ ഡെയിലി റുട്ടീനിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും അത് ഇടയ്ക്കെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ആ വരുന്ന ബാഗേജ്, നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇത് മുഴുവൻ ഇറക്കി വെച്ച് വീണ്ടും റിഫ്രഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. എവറി ഡേ ഇസ് എ ന്യൂ സ്റ്റാർട്ട്.
നമ്മൾ പറയാറില്ലേ, ജീവിതത്തിൽ സ്റ്റക്ക് ആവുമ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണ്. വീണ്ടും പുതിയതായി ഓരോ ദിവസവും നമുക്ക് അതിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ടൈം എടുത്തു. 6:10 ആയി. ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം? താങ്ക് യു മാം, അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ, സൂപ്പർ, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ, നമ്മൾ താങ്ക് യു പലപ്പോഴും മാം, നല്ല ക്ലാസ് ആയിരുന്നു. സംസാരിക്കാത്ത ഒരു വിഷയമായതുകൊണ്ടാണ്, നമ്മൾ സംസാരിക്കേണ്ട വിഷയം കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് മോർണിംഗിൽ എടുക്കാന്ന് വിചാരിച്ചത്. ഓക്കെ then. Have a great day. എല്ലാവരും Thank you, ഹാപ്പി ma'am. ആയിരിക്കും. താങ്ക് യു മാം. താങ്ക് യു മാം.